Hi guys, welcome back. ഓക്കെ, അപ്പോൾ ഇപ്പം ഏകദേശം സമയം 9:12 മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും ഇന്നത്തെ പ്ലാൻ പറയാം. അതനുസരിച്ച് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വ്യക്തമായ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതാണ്. സോ അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ട്രേഡ് പോവുകയും നമുക്ക് ഇമോഷണൽ ഡാമേജ് അധികം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ ക്യാൻഡിലിനും അനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് നമ്മളെ എവിടെയെങ്കിലും ട്രേഡ് എടുക്കാൻ ടെംപ്റ്റ് ചെയ്യും, നമ്മൾ ലോസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സോ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഷാർപ്പായിട്ട് 2 ദിവസം കൊണ്ട് ഇന്നലെ ഷാർപ്പ് അപ്സൈഡ് മൊമെന്റമാണ് മാർക്കറ്റ് വന്നത്. അതിന് മുമ്പത്തെ ദിവസം സൈഡ് വേസ് പ്ലസ് അപ്സൈഡ് മൊമെന്റമാണ്. സോ 2 ദിവസം അപ്സൈഡ് മൊമെന്റമാണ് മാർക്കറ്റിനുള്ളതെന്ന് ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ ഓക്കെ, അതിന് മുന്നേ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡ് മൊമെന്റമാണ് കാണിക്കുക. അതായത് ബിഗ് ലാർജർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സൈഡ് വേസ് ആണ്, കണ്ടില്ലേ? ഒരു വലിയ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. ഈ ബ്ലൂ ലൈൻസ് നോക്കിയതാണ്. ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ സപ്പോർട്ടും, അതായത് ഇവിടെ വരുന്ന സമയത്തെല്ലാം മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ റേഞ്ചിൽ എത്തുന്ന സമയത്തെല്ലാം മാർക്കറ്റ് വീഴുന്നുണ്ട്. സോ ഡയറക്ട്ലി ഇവിടെ നിന്ന് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ, അതായത് ഇന്നലത്തെ ഹൈ കട്ട് ചെയ്തൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സിഗ്നൽ മാർക്കറ്റ് തരുവാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ ഷോർട്ടിംഗ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ, താഴോട്ട് വന്ന് നിയർ CPR-ലൊക്കെ ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടേക്ക് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെയോ ഈ സ്വിംഗ് ലെവലിലോ ഒക്കെ ഒരു സപ്പോർട്ട് എടുക്കുന്ന സിഗ്നലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ മാർക്കറ്റിൽ ലോങ് എൻട്രിക്ക് പ്രിഫർ ചെയ്യും. കാരണം ഒരു ബുള്ളിഷ് മൊമെന്റം, അത് കഴിഞ്ഞ് ചെറിയൊരു റിട്രേസ്മെന്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് പോകും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. സോ ഞാൻ നിഫ്റ്റി ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം, ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ്. ഓക്കെ, ഞാനിവിടെ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലോട്ട് ഫിൽ ചെയ്തിട്ടേ ഉള്ളൂ നിഫ്റ്റിയുടെ. കാരണം ഞാൻ ഉദ്ദേശിച്ചിടത്തൊന്നല്ല മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. മാർക്കറ്റ് കുറച്ച് മുകളിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടേ ഫിൽ ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ സെല്ല് ചെയ്യും. എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഈ ലെവലാണ് 138. അത് നമുക്ക് സിസ്റ്റത്തിൽ തന്നെ സെറ്റ് ചെയ്യാം. ഒരു ലോട്ട് സ്റ്റോപ്പ് ലോസ് വരുന്നത് 138. കൊടുക്കാം. ഓക്കെ, സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 2000 rupees പ്രോഫിറ്റ് കാണിക്കണം. വെയിറ്റ് ചെയ്യാം. 30 പോയിന്റ് കിട്ടിയാൽ ബുക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ പൊസിഷൻ അറിയാൻ പറ്റും. 111 സെല് ചെയ്തത്. അപ്പോൾ 30 പോയിന്റ് 1:1 ടാർഗറ്റ് വെക്കാം. കാരണം ഷാർപ്പ് മൂവ്മെന്റ് ആണ്, എപ്പോൾ റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഏകദേശം റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നോക്കാം.
25 നിയർലി 1:1 അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് 30 പോയിന്റ് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഡേ സൈഡ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. എന്ത് സംഭവിക്കാന്ന് അറിയില്ല. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു റിവേഴ്സൽ എന്ന് വന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. മാർക്കറ്റിന്റെ ടൈം ടീക്കാൻ നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യും. സോ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കോൺഫിഡന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ലോസ് വന്നാലും ഒരു 25 പോയിന്റ്സ് ലോസ് വരുള്ളൂ. 1500 2000 അടുത്ത് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ സെയിം ഒരു 30 പോയിന്റ് 2200 റേഞ്ചിൽ പ്രോഫിറ്റ് വരും. 10 പോയിന്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് എടുക്കും. എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ലൈവ് മാർക്കറ്റ് ഇതുപോലെ ട്രേഡ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അതിനെ മാത്രം കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ഒന്നോ ട്രേഡ് ക്വാളിറ്റി ട്രേഡ്സ് എടുത്ത് പ്രോഫിറ്റ് കൂട്ടിയാൽ ശ്രമിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഇനി അങ്ങനെ ഇരിക്കാവുന്നില്ല. സോ ഇവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സൽ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ഡേ സൈഡ് ബ്രേക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു നോർമൽ ഡേ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ നെഗറ്റീവ് ആണ്. കാരണം പ്രോഫിറ്റ് കളയാനുള്ള രീതിയിൽ ഇന്നലെ എക്സ്പയറി ആണ്. വലിയൊരു ഷാർപ്പ് ഡൗൺ മൂവ് വന്നാൽ മാത്രമേ നമുക്ക് ലോസ് വരുള്ളൂ. ഓപ്ഷൻ സെല്ലിംഗ് സൈഡല്ലേ ഉള്ളൂ. വലിയൊരു ഷാർപ്പ് മൂവ് വന്നില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും ഈ ട്രേഡ്. സോ അതാണ് ചെയ്യുന്നത്. ഓക്കെ, മാർജിൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെങ്കിൽ മാർജിൻ നമുക്ക് കൂടുതലായിട്ട് കാണും. ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് മാർജിൻ ഏകദേശം 2.5 lakhs ആണ് ഈ ഒറ്റ ട്രേഡിന് ഒരു ലോട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ഒരു ലോട്ടോടെ സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർജിൻ വേണം. ഇപ്പോൾ ഞാൻ PCR ബ്രേക്ക് ചെയ്ത് പോകുന്ന ഞാൻ വരുന്നില്ല. സോ അപ്പോൾ റെക്കാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ മൂന്നുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മേ ബി ഡേറ്റിലോ എന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നല്ലൊരു മൊമെന്റം തന്നെ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, 2000 പോയിട്ട് ടാർഗറ്റ്. ഓക്കെ ഓക്കെ എന്തായാലും ടാർഗറ്റ് കൂടെ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ സെറ്റ് വെയിറ്റ് ചെയ്യും. ചെറിയൊരു മൊമെന്റം കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും ഷാർപ്പായിട്ട് അഫ്സൈഡ് മൊമെന്റം വരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി CPR ആണ് സപ്പോർട്ട്. ഓക്കെ, അതിൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് പൊട്ടൻഷ്യൽ കുറവാണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. നോക്കാം. ഈ ക്യാമ്പിൽ എങ്ങനെ ഇന്നലെ ഇതുവരെ ഷാർപ്പ് മൂവ് വന്നിട്ട് റിവേഴ്സ് ആണ്. എന്തായാലും നമുക്ക് ടാർഗറ്റ് കൊടുക്കാം. അയ്യോ, ഓക്കെ, 80 ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മേ ബി ഓക്കെ 85 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. 85 5 പോയിന്റ് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് 3 പോയിന്റ്. ഓക്കെ, പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാം. അത്ര ഈസിയായി ടാർഗറ്റ് വരുമ്പോൾ സാധിക്കില്ല. എക്സാക്ട് ആ പോയിന്റ് നിങ്ങൾ സെക്കൻഡിൽ ഉറക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ മാർക്കറ്റിന് ഹ്യൂജ് ഉറക്കാൻ വരാനുള്ള സാധ്യതയാണ്. നോർമൽ അങ്ങനെയാണ്. എക്സ്പയർ ഡേറ്റിൽ മാർക്കറ്റ് ഒക്കെ അങ്ങനെയാണ്. ഏതൊരു ഡേറ്റ് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അത് ടേക്ക് ബ്രേക്ക് ഔട്ടായി തിരിച്ചറിഞ്ഞാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ സിസ്റ്റത്തിൽ തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എക്സാക്ട്ലി അവിടെ ഹിറ്റ് ചെയ്തേനെ. എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് സ്റ്റോപ്പ് സമയം ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മൾ അത്രയും കൺവേഷൻ തോന്നുവാണെങ്കിൽ ഓക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത്രയും നമുക്ക് തോന്നുന്നില്ല. കാരണം മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെന്റ് ഉണ്ട്. ഇന്നലെ നമുക്ക് ഷാർപ്പ് അപ്സൈഡ് മൊമെന്റ് മാർക്കറ്റ് കാണിച്ചാണ്. സോ ഇവിടെ റിവേഴ്സ് ആവുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വീണ്ടും അവർ വേണം. അതായത് കുറച്ച് സമയം ഡേറ്റ് സൈഡ് അവിടെ സ്പെൻഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഓക്കെ ടാർഗറ്റ് കിട്ടിയതില്ല. ജസ്റ്റ് 1.2 പോയിന്റ് കളിച്ച് വന്നിട്ട് പോവാം. ഓക്കെ, 3.2 പോയിന്റ്. ലോ റേറ്റ് 890. ഓക്കെ, ഇവിടെ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു സിമ്പിൾ ട്രേഡാണ്. ഇതത്ര കോംപ്ലിക്കേറ്റഡ് ആയ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്താൽ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് തോന്നുന്നത്. റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഞാൻ 3 ട്രേഡ് കൂടെ എടുത്തു രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട്. കാരണം ഇന്നൊരു നല്ലൊരു അവസരമായിട്ട് തോന്നി. മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു അവസരമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല ട്രേഡ്സ് കൺസിഡർ ചെയ്യാം. നമുക്ക് ട്രേഡ് എടുക്കാൻ, അതായത് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കാനുള്ള അവസരമുണ്ട്. മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്തിട്ടോ ട്രേഡ് എടുത്തിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഒരു 2 ലോട്ട് കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാണ് ചെയ്തത്. ഈ 6000 ലോസ് കാണിക്കുന്നില്ലേ, അതായത് 23,850 ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് 23,850 കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാണ് ചെയ്തത്. സോ അത് ഇവിടെ നിന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതാണ് ഈ 6000 ലോസ് കാണിക്കുന്നത്. ഞാൻ മോർണിംഗിൽ ഈ സ്ട്രൈക്ക് പ്രൈസിൽ 2000 പ്രോഫിറ്റിലായിരുന്നു. അടുത്ത് 6000 ലോസ് ആയി. അപ്പോൾ ഞാൻ ഏകദേശം 4000 ലോസിലായി. സോ പിന്നെ എനിക്കൊരു 1000 രൂപ കൂടെ ഉള്ളൂ എൻ്റെ റിസ്ക് ലിമിറ്റ്. അപ്പോൾ ഞാൻ അത് കൺസിഡർ ചെയ്ത് ഒരു ട്രേഡ് കൂടെ എടുത്തു. അതായത് ഒരു കോൾ ഓപ്ഷൻ ഇവിടെ ഷോർട്ട് ചെയ്തു. ഇവിടെ അതായത് എക്സാക്ട്ലി ഈ ഒരു ഡേയ്സ് ആയി ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന ട്രാപ്പ് ചെയ്തുകൊണ്ട് ഈ റെഡ് ക്യാൻഡിൽ കാണിച്ചപ്പോൾ തന്നെ ഇവിടെ ഷോർട്ട് ചെയ്തു. ഏകദേശം 1500 റിസ്ക് ആണ് എടുത്തത്. ആൻഡ് ഇവിടെ എത്തിയപ്പോഴേക്കും 2000 പ്രോഫിറ്റ് ആയി. 2000 മുകളിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ തന്നെ അത് എക്സിറ്റ് ആയി. ദെൻ ഞാൻ 2000 ലോസിലായിരുന്നു ആ സമയത്ത്. അടുത്തെടുത്തതാണ് ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ്. സാധാരണ ഞാൻ ബ്രേക്ക് ഔട്ടുകളിൽ ട്രേഡ് എടുക്കാറില്ല, പക്ഷേ ഇന്നത്തെ ഈ ഒരു മൊമെന്റം കണ്ടിട്ടാണ് ഈ ട്രേഡ് എടുത്തത്. അതായത് ഈ ഒരു ക്യാൻഡലും കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം എടുത്തത് കൊണ്ട് തന്നെ ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് എടുത്തത്. അഥവാ മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്ന് സൈഡ് വൈസ് കളിച്ചാലും എനിക്ക് ലോസ് വരാത്ത രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്തത്. അതായത് രാവിലെ എടുത്ത അതേ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ വീണ്ടും 2 ലോട്ട് സെല് ചെയ്തു. ഹോൾഡ് ചെയ്തു. ഈവനിങ്ങിലാണ് എക്സിറ്റ് ചെയ്തത്. ആൻഡ് ഇന്നത്തെ പ്രോഫിറ്റ് ഏകദേശം 4275. ഇതിന്റെ ചാർജസ് ഒരു 200 രൂപയെ പോവുള്ളൂ. കാരണം കൊട്ടാക് സെക്യൂരിറ്റീസ് ആണ്, ബ്രോക്കറേജ് ഒന്നും ഇല്ല. നമ്മൾ എത്ര ഓർഡർ പഞ്ച് ചെയ്താലും അതിന് ബ്രോക്കറേജ് കാര്യങ്ങളൊന്നുമില്ല. സോ ട്രാൻസാക്ഷൻ കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ട് ചെറിയ പ്രീമിയത്തിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ വലിയ പോയിന്റ്സ് ആണ് ക്യാച്ച് ചെയ്യുന്നത്, കൂടുതൽ പോയിന്റ്സ് ആണ് ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് അത്രയും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.